ഇന്നത്തെ പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രോമോ കണ്ടപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടമായി പോയി. പിന്നെ ഒന്നാമത് ഞാൻ ബിഗ് ബോസ് സീസൺ 1 ഉണ്ടല്ലോ അതിലോട്ടൊക്കെ ഒന്ന് ചിന്തിച്ചു പോയി. കാരണം സീസൺ 1 ശ്വേതാ മേനോനോട് അത്രയും ഗെയിമിനോട് എനിക്ക് അത്രയും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എത്ര നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ ഇവരൊക്കെയെന്ന്. കാരണം ഭയങ്കരമായിട്ട് ഒരുപാട് മോട്ടിവേഷൻ കൊടുത്തു ഈ സീസൺ 6 അവർക്കെല്ലാവർക്കും ഭയങ്കര പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ അവരെ ഗെയിമിലോട്ട് എങ്ങനെ ഇതാക്കണം എന്നുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരെ എങ്ങനെ അതൊക്കെ എടുത്തുന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമുക്കത് കേൾക്കുമ്പോ എന്തോ ഭയങ്കര ഒരു ഒരാൾക്ക് നമ്മൾ ഇത്രയും പോസിറ്റിവിറ്റിനെസ് കൊടുക്കുന്നു. അപ്പൊ അത്രയും ഒരു ക്വാളിറ്റി ഉള്ള ഒരു ആളായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാനും സംസാരിക്കാനൊക്കെ പറ്റുന്നത്. അപ്പൊ ഗെയിം നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലരെ ഇഷ്ടപ്പെടും, ചിലരെ ഇഷ്ടപ്പെടില്ല അല്ലേ? അപ്പൊ സീസൺ 1 എനിക്ക് കുറച്ച് ഫേവറേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളല്ലായിരുന്നു ശ്വേതാ മേനോൻ. പക്ഷെ ഇപ്പൊ എനിക്ക് നോക്കുമ്പോ തോന്നുന്നു ഞാൻ എന്തുകൊണ്ടാ അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയില്ല, മീൻസ് എനിക്കൊരു ഇഷ്ടം തോന്നിയില്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവര് ബായ് പറഞ്ഞു പോകുന്ന ഒരു ഇതാണ് കാണിക്കുന്നത്. അതായത് നാളെ അവര് ബിഗ് ബോസ് സീസൺ 6 നിന്നും പോവുകയാണ്. അത് സാബു മോനാണെങ്കിൽ പോലും എന്താ പറയാ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരെയും ഗെയിം കളിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും എല്ലാം അവർക്ക് ഓരോ കാര്യങ്ങളും അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. കുറച്ച് 2-3 ദിവസത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തായിരുന്നു. ശരിക്കും ലൈവ് കാണുമ്പോൾ ഒരു ബോറടില്ല. എപ്പോഴും എന്തേലൊക്കെ തമാശയും ചിരിയും അല്ലെങ്കിൽ ഒരു ബോറിംഗ് ഇല്ലാതെ ഇങ്ങനെ പോവുമായിരുന്നു 2-3 ദിവസമായിട്ട്. ശരിക്കും പറഞ്ഞാൽ സീസൺ 6 കണ്ടന്റിന് ക്ഷാമം ഒന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നമുക്കൊരു എന്താണ് ഫുൾ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത് തന്നെയാണ് പിന്നെയും പിന്നെ റിപ്പീറ്റേഷൻ ആയിട്ട് കാണുന്ന പോലെ തോന്നാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു കുറച്ച് 3 ദിവസമായിട്ട് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയിട്ട് അതുപോലെ തന്നെ സന്തോഷം. അവര് ഗെയിം കൊളാക്കിയാൽ പോലും ഇവരുടെ ഒരു ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ശ്വേതാ മേനോന്റെ അതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് ഒരു രസമായിരുന്നു കാണാനായിട്ട്. അത് ഈ ലൈവ് ആണെങ്കിലും എപ്പിസോഡ് ആണെങ്കിലും ഒക്കെ. അപ്പൊ അവര് നാളെ ഇനി പോകുകയാണെന്ന് ഓർക്കുമ്പോ എന്തോ ഒരു സങ്കടം പോലെ. ഇനിയിപ്പോ അവരെ കാണാൻ പറ്റത്തില്ലല്ലോ. നമുക്കല്ലാതെ ഇതിനകത്തൊക്കെ കാണാമെങ്കിൽ പോലും ഈ ബിഗ് ബോസിനകത്ത് നമുക്ക് ഒരിക്കലും ഇനി കാണാൻ പറ്റില്ല. ഇനി ചിലപ്പോ ഗസ്റ്റ് ആയിട്ട് അടുത്ത സീസണിലൊക്കെ വരാം. എന്നാലും എന്തോ ഭയങ്കര ഒരു സങ്കടം പോലെ തോന്നുന്നു. ഒരു സെൻഡ് ഓഫ് കൊടുത്ത് വിടുന്നത് ഭയങ്കരമായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന പോലെ എനിക്ക് അങ്ങനെ വിഷമം ഉണ്ടായി. എന്താന്നറിയത്തില്ല. അതുപോലെ തന്നെ ശ്വേതാ മേനോൻ പറയുന്നുണ്ട് എല്ലായിടത്തും എനിക്കൊരു ഗ്രൂപ്പ് ഹഗ് വേണമെന്ന് പറയുമ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഒരുപാട് അങ്ങ് അവർക്ക് അങ്ങോട്ട് ദേഷ്യവും കഴിഞ്ഞ സീസണിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമായിരുന്നു ഗസ്റ്റുകളുടെ അടുത്തൊക്കെ. പക്ഷെ ഇപ്രാവശ്യം അവർക്കും ഭയങ്കര സങ്കടം തന്നെയുണ്ട് അവര് പോകുന്നതിൽ. കാരണം നല്ലൊരു കോംബോ അല്ലെങ്കിൽ നല്ലൊരു ഇത് കെമിസ്ട്രി അവിടെ വർക്ക് ചെയ്തായിരുന്നു അവര് കണ്ടസ്റ്റൻസും ഗസ്റ്റ് ഒക്കെ ആയിട്ട്. അപ്പൊ ഈ നാളെ എനിക്ക് തോന്നുന്നു ഉച്ചയോട് കഴിഞ്ഞ് ഒക്കെ ആയിരിക്കും അവര് പോകുന്നത്. പക്ഷെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നു. കാരണം ഇനി നാളെ കഴിഞ്ഞ് നമുക്ക് അവരെ ബിഗ് ബോസിനകത്ത് കാണാൻ പറ്റത്തില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ കണ്ടസ്റ്റൻസിന് പറഞ്ഞു കൊടുത്തിട്ടും ഗെയിം ആണെങ്കിലും അല്ലാത്ത എല്ലാ രീതിയിലും അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ പോലും നമ്മുടെ എപ്പിസോഡിനകത്ത് കാണുകയുണ്ടായിരുന്നു. ശ്വേതാ മേനോൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഒരിക്കലും ഇതുവരെയും പറയാത്തത് അല്ലെങ്കിൽ ആരുടെടുത്തും പറയാതെ ഈ ഒരു പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പോ ജാസ്മിൻ വന്ന് പറഞ്ഞായിരുന്നു. അതായത് നോർമൽ ആയിട്ടുള്ള പ്രശ്നം സ്റ്റാർട്ടിങ്ങിലുള്ള പ്രശ്നമൊക്കെ എടുത്ത് പറഞ്ഞതും. അപ്പൊ ആ പറഞ്ഞ ജാസ്മിൻ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കും ജാസ്മിന്റെ അടുത്ത് ഒരു റെസ്പെക്റ്റും അതായത് ജാസ്മിനോടുള്ള ഒരു ചെറിയ ദേഷ്യമൊക്കെ എനിക്ക് ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. നോറ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോന്ന് അറിയത്തില്ല. പക്ഷെ അത് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ അങ്ങനെ തോന്നിയത് കൊണ്ടും അല്ലെങ്കിൽ ജാസ്മിൻ ഒരിക്കലും വന്ന് പറയില്ലായിരിക്കും. അപ്പൊ ശ്വേത അങ്ങനെ ഒരു കാര്യം എടുത്ത് പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീസൺ 6 കണ്ടസ്റ്റൻസിന് എല്ലായിടത്തും തന്നെ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടാണ് അപ്പൊ അവര് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആണ് നമുക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഭയങ്കര സങ്കടം എനിക്ക് തോന്നിപ്പോയി. എന്തായാലും സാരമില്ല. കാരണം നമുക്ക് ഇനി മൂവ് ഓൺ ചെയ്തല്ലേ പറ്റുള്ളൂ. സീസൺ 6 ഇനി തീരാൻ ഇനി ഒരു 48 അങ്ങനത്തെ ഇത്രയും ദിവസങ്ങളും കൂടി ഉള്ളൂ ബാക്കി. അത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സീസൺ 6 അവസാനിക്കും. അപ്പൊ എന്തായാലും കണ്ടസ്റ്റൻസ് ഒക്കെ ഇനി നന്നായിട്ട് കളിക്കട്ടെ. ഇനിയും അതുപോലെ തന്നെ കൂടുതൽ നമ്മുടെ ഗസ്റ്റുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ടാസ്കുകൾ അവർക്കൊക്കെ വരും. അപ്പൊ അവരെങ്ങനെ ഇതൊക്കെ ഇവര് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് കളിക്കുമെന്ന് ഇനി അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ പ്രോമോ കണ്ടിട്ട് തോന്നിയത്? നിങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.